ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം ജദ്ദയിലെത്തിയിട്ട് 3-ാം ദിവസമാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണിത്. ഇന്ന് നമ്മൾ ജദ്ദയെല്ലാം കറങ്ങി ഇന്ന് നൈറ്റിൽ എല്ലാം സെറ്റാക്കി ഇവിടുന്ന് നാളെ പോകാനാണ് പ്ലാൻ. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ ഫുട്ബോൾ കളി അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഓടി നടന്നു. ഇപ്പോൾ ഇനിയിപ്പം ജദ്ദയെല്ലാം ഒന്ന് കറങ്ങി ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് കണ്ട് നമ്മൾ ഇവിടുന്ന് നാളെ രാവിലെ പോകണമെന്നാണ് പ്ലാൻ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ജദ്ദ സിറ്റി വിശേഷങ്ങളിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ സമയം 9 മണി. രാവിലെ വെളിയിൽ കിടക്കുന്ന മിക്കവാറും എല്ലാ വണ്ടിക്കും ഇവർ മുറൂറ് വന്നിട്ട് ഫോട്ടോ എടുത്ത് പോവുകയാണ്. ഇതാ ഈ കിടക്കുന്ന വണ്ടികൾക്കൊക്കെ ഫോട്ടോ എടുത്ത് പോകും. കണ്ടോ, ഇങ്ങനെ കിടക്കുന്ന വണ്ടികൾക്കെല്ലാം ഇവർ വന്നിട്ട് പാർക്കിങ്ങിലോട്ട് അകത്തോട്ടല്ലാതെ കിടക്കുന്ന ഇങ്ങനെയൊക്കെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും ഫത്തൂറ അടിക്കും. ഫത്തൂറ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി അടിച്ചടിച്ച് പോവാണ്. ഫോട്ടോ എടുത്തെടുത്ത് പോവാണ്. നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്നത് ജദ്ദയിലെ സുലൈമാനിയ എന്ന് പറയുന്ന ആ ഒരു റൂട്ടിൽ കൂടെയാണ്. ഈ റോഡ് നേരെ പോകുന്നത് കോർണേഷ് ആണ്. കോർണേഷിലോട്ടാണ് പോകുന്നത്, ബീച്ച് ഏരിയയിലോട്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം, അതൊരു പുതിയൊരു പ്രോപ്പർട്ടിയാണ്, ഒരു ഹോസ്പിറ്റൽ പ്രോപ്പർട്ടിയാണത്. റിയാദിലൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് സുലൈമാൻ ഹബീബ് എന്ന് പറഞ്ഞാൽ. അതായിരുന്നു നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത്. നമ്മളിനിയിപ്പം നേരെ പോകുന്നത് കോർണേഷ് ലക്ഷ്യമാക്കിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ കോർണേഷിലോട്ട് പോയില്ലായിരുന്നു. പല തിരക്കുകളിൽ നമുക്ക് പോകാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം രാവിലെ തന്നെ നമുക്ക് കോർണേഷ് ഏരിയയിൽ ഒന്ന് കറങ്ങി അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കോർണേഷ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൂവൻപിക്കിൻ്റെ റിസോർട്ട്. ഓൾമോസ്റ്റ് ഒരു പകുതി റിസോർട്ടോളം അവർ പൊളിച്ചു. എന്നിട്ട് എന്തോ വേറെ റിനോവേഷൻ നടക്കുകയാണ്. മൂവൻപിക്കിൻ്റെ അൽനവറസ് മൂവൻപിക്ക് എന്ന് പറയും ആ ലെഫ്റ്റിൽ കാണുന്നത്. പിന്നെ നേരെ പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഹിൽട്ടണൊക്കെ. വലിയ സാധനം വരുന്നുണ്ടല്ലോ. പിന്നെ എവിടെ വലിയ ബിൽഡിംഗ് പണ്ടത്തെ വെസ്റ്റിൽ നിന്ന സ്ഥലത്തൊക്കെ. വെസ്റ്റിന് അവിടെ ഉണ്ടല്ലോ ഇപ്പോഴും. ഇല്ലല്ലോ, എവിടെ വെസ്റ്റിൻ അത് മാറിയില്ല. വെസ്റ്റ് മാറി സോഫിറ്റിലായി. സോഹോ ഗ്രൂപ്പിന്റെ സോഹോ. ഇത് ഹോട്ടലോ? ഇത് സോഹോയുടെ സോഹോ ബൈ ദ സീ. സോഹോ ഗ്രൂപ്പിന്റെ അവിടെ വരുന്നുണ്ട്. ഇവിടെ നൈസ് റെസ്റ്റോറൻറ്റുകളുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ജദ്ദയുടെ വളരെ പ്രൈമായിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. ബ്യൂട്ടിഫുൾ കോർണേഷ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എങ്ങനെ കിടന്ന കോർണേഷ് എങ്ങനെ ആക്കിയെടുത്തില്ല, വേറെ ഒരു സ്റ്റൈലാക്കി മാറ്റി. ഒന്നുമില്ലാതെ കിടന്ന ഒരു സ്ഥലമാണ് ഇത്. അതിന്റെ ബാക്കിൽ ഒരു ഭയങ്കര വലിയൊരു ടോൾ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഹെലിപ്പാഡ് ഉള്ളതുണ്ടല്ലേ, അതാ സോഫിറ്റില്ല. അതിനപ്പുറം ഇതുണ്ട് നമ്മുടെ ശങ്കരിയില. സോഫിറ്റിലല്ലോ, അതിപ്പോ വേറെ എന്തോ ആയില്ലേ? സോഫിറ്റിൽ മാറിയില്ലേ? ഇല്ല, സോഫിറ്റിലോട്ടാ പോക്ക് മാറിയത്. ആണോ? ഇവിടെ നല്ല നൈസ് ബിൽഡിംഗ് ആക്കി അവര്. കണ്ടോ എവിടെ അവിടെ ഒക്കെ സൂപ്പർ ബിൽഡിങ്സുകൾ പണിതു. എനിക്ക് തോന്നുന്നു അവരുടെ റെസ്റ്റോറന്റ് ആയിരിക്കും അതെല്ലാം. കണ്ടോ, ലെബു റെസ്റ്റോറന്റ് ഒക്കെ വന്നില്ലേ, ജാപ്പനീസ്. നമ്മുടെ ഒരു നൈസ് ക്ലയന്റ് ആയിരുന്നു ഇവര്. ഇപ്പോഴും നമ്മൾ ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പഴയ ആൾക്കാരെല്ലാം പോയി, എന്നാലും F&Bന് മറ്റേ പുള്ളി എപ്പോഴും ഉണ്ട് അവിടെ. ഡാഗോയും ഉണ്ട്. ഇതൊരു വാക്കിംഗ് ബ്രിഡ്ജാണ്. ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ നടക്കാനും ഇതിന്റെ ചുറ്റിനും നടന്ന് കാണാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു, മുഴുവൻ ചെടികളൊക്കെ വെച്ചിട്ട് മുന്നോട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ വീട് അതെല്ലാം പോയി കേട്ടോ, അവരെല്ലാം പൊളിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ആയിരുന്നു ആ വീട്. ഇവിടെയൊക്കെ സൈക്കിൾ അടിക്കുന്നുണ്ടോ? ഈവനിങ്ങിലൊക്കെ എന്ത് രസമായിരിക്കും എന്നറിയാം. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസം. ഇതിന് സെൻറ്ററിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ വോക്ക് വേ ഉണ്ട്, ഇങ്ങനെ സൈക്കിളിലൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കാം.
ഭയങ്കര രസമാണ് ഈവനിങ് ഈ നൈറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സൂപ്പർ ലുക്കാണ്. ഇന്ന് കാറ്റുള്ളതുകൊണ്ട് കടലിൽ തിരയുണ്ട്. അല്ലേ ഇവിടുത്തെ കടൽ ചത്ത കടല, അനങ്ങാതെ കിടക്കും. നമ്മുടെ സെയിം വണ്ടി ഇത് ഏതോ ഒരു ജാപ്പനീസ് ആണ്. സുമോ ടവേഴ്സ്. എനിക്കൊന്ന് വീടാന്ന് തോന്നുന്നു കേട്ടോ. വീട് റെസിഡന്റ് ആണോ? റെസിഡൻസ് ആണോ? ഇത് റെസിഡന്റ് ആണെന്ന് തോന്നുന്നു. കെമ്പൻസ്കിയുടെ ഹോട്ടലാണ് അവിടെ വരുന്നത്. ഇത് വളരെ ചരിത്ര പ്രസിദ്ധമായ ജദ്ദയിലെ ഒരു പള്ളിയാണ്. പണ്ട് കുഞ്ഞാലിക്കുട്ടി ആ ഒരു കേസ് കെട്ടില് വന്ന് ഐസ്ക്രീം കേസ് കെട്ടിൽ എന്തോ വന്ന് പെട്ടപ്പോഴത്തേക്കും പുള്ളി വന്ന് ഇതുവഴിയൊക്കെ കറങ്ങിയിരുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രസിദ്ധമായിരുന്നു. ഈ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ പറയുന്നു കുഞ്ഞാലിക്കുട്ടി ഇവിടെ ഉണ്ടെന്ന്, ഈ ഏരിയയിലുണ്ടായിരുന്നു. അന്ന് പുള്ളിക്ക് ഒരു പ്രശ്നമൊക്കെ നടന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പിലത്തെ കാര്യം ഈ പറയുന്നത്. പക്ഷെ പള്ളി ഇപ്പോഴും അതുപോലെ. ഫോർമുല 1 ട്രാക്കിന്റെ ആ ഭാഗങ്ങളാണ് ഇതാ ഈ കാണുന്നതൊക്കെ. കണ്ടോ, ഇവിടെ നമുക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അത് പോകുന്നത് അതിൻ്റെ റേസിംഗ് ഒക്കെ കാണാം. ഇപ്പോൾ ഓൾറെഡി ഏപ്രിലോ മെയ്യിലോ ജൂണിലോ എന്തോ ഫെബ്രുവരിയിലാണോ അതിൻ്റെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. അടുത്ത മാസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ഫോർമുല 1 കാണാനുള്ള ആ ഒരു പ്ലേസാണ്, വ്യൂയിങ് പ്ലേസ്. ബിൽഡിങ് വന്നടി, വ്യൂ പോയി. റാഡിസൺ സാറ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഇത്. ഇത് നമ്മൾ ഭാഗികമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കണ്ടോ, ഈ കാണുന്നത് നേരെ ചെന്ന് ചാടുന്നത് ഇവിടോട്ടാണ്. ബീച്ചുമായിട്ട് ലിങ്ക്ഡ് ഉണ്ട്. ഓപ്പോസിറ്റ് കൂടി നടന്നു പോകണമെന്നുണ്ട് ബീച്ചിൽ ചെല്ലാം. ഈ സെൻറ്ററിൽ കൂടെ ഈ വേലി കെട്ടിയിരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ആ റോഡ്, ആ ട്രാക്ക് ഫോർമുലയുടെ ട്രാക്കാണ്. അതുവഴി ഇപ്പോൾ ഏതോ ഒരു സ്പീഡ്, ഏതോ ഒരു ബൈക്ക് പോകുന്ന സൗണ്ട് കേട്ടായിരുന്നു. അറിയില്ല, ഇപ്പോഴും കേൾക്കാം. ഇത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പറന്നു പോകുന്നുണ്ടോ? കണ്ടോ, നമ്മളിപ്പോ ഇവിടെ വരുമ്പോഴേ ഈ ട്രാക്കിൽ കൂടെ ഇവര് ട്രയൽ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഫോർമുലയുടെ ട്രാക്ക്. ഫോർമുല 1 ട്രാക്കിൻ്റെ അതുവഴി ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുവാണ്. അവിടെ എന്തോ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു നമുക്കിപ്പോൾ ഇവിടെ ഒരു ട്രയൽ ഇവിടെ കാണാൻ പറ്റുമെന്ന്. ഇവിടെ വന്നിട്ട് ട്രയൽ കാണാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. നമ്മളിത് അറിയാതെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ മൂവ് ചെയ്യുവാണ്. കുറച്ച് സമയം കൂടെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ഫോർമുല 1 കണ്ടില്ലല്ലോ, എന്താ നമുക്ക് ട്രയൽ കാണാൻ പറ്റിയില്ലേ.
എടുക്കണം, ഇല്ലെന്നുണ്ടെ കിട്ടില്ല. ദാ വരുന്നു. വാവ്, ഇതിൻ്റെ ഫോർമുല 1 കാർ റേസിങ്ങിൻ്റെ ട്രയൽസ് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം ഇവിടെ വന്ന് വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇതുവഴി ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോയപ്പോഴത്തേക്കും എന്താണെന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. അത് കണ്ടത് ഇതിങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല, പക്ഷേ നമുക്കും കാണാൻ പറ്റി ഫോർമുല 1 ഇതുവഴി അവർ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പറക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, ഇങ്ങനെ ഫോർമുല 1 ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഓവർ ബ്രിഡ്ജ്. അപ്പം ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് നടന്ന് കയറി നോക്കുക എന്താ ഇവിടെയെന്ന്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഫോർമുല 1 ട്രാക്ക് മേളിൽ നിന്ന് ഇങ്ങനെ കാണാം. ഇതുവഴിയാണ് ഈ വണ്ടികൾ അതിവേഗത്തിൽ പറക്കുന്നത്. ഈ ഒരു ട്രാക്കിൽ കൂടെയാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ വ്യൂ കാണാം മേളിൽ നിന്ന്, ആ ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്ന്. ബ്രിഡ്ജ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം, ബീച്ച് ഏരിയയിൽ. അതിൻ്റെ ഒരു ഭാഗമാണിത്. നമുക്ക് നടന്നിങ്ങനെ പോകാം. ഇത് നമ്മൾ വന്ന റോഡ്, ഈ റോഡ്. ആ കാണുന്നത് ശങ്ക്രീല, ആ വലിയ ബിൽഡിങ്. അടിപൊളി വീടുകളും വലിയ വലിയ റിച്ച് ആൾക്കാരുടെ വീടുകളും ഒക്കെയാണ് പിന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത്. ആ കാണുന്നതാണ് ഫോർമുല 1 ട്രാക്ക്. ജദ്ദ വന്ന് ലൈസൻസ് കിട്ടിയതിന് ശേഷം, ജദ്ദ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഓടിക്കുക അല്ലേ? ഞാൻ വിചാരിച്ചു നീ ഇതിനു മുമ്പ് പലതവണ ഓടിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ ജദ്ദയിലുള്ള സമയത്ത് ഓടിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഓടിക്കുക. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറച്ച് മുമ്പേ കണ്ട അതേ ട്രാക്കാണ് ഫോർമുല 1. അതിൻ്റെ അഡ്വർടൈസ്മെന്റ് ആണ് ഈ കാണുന്നതൊക്കെ. യെസ്, നേരത്തെ ഷെയ്ഖ് സലാ കമലിൻ്റെ വീട്ടിൽ ബിൽ ക്ലിൻ്റൺ വന്നപ്പോൾ ഞാനൊക്കെ വന്നിരുന്നു ഇവിടെ ഒരു പാർട്ടി സംബന്ധമായ കാര്യത്തിന് അറ്റൻഡ് ചെയ്യാൻ. നമ്മളവിടെ നിന്നായിരുന്നു കുറച്ച് ഓർഡർ ചെയ്തിരുന്ന ഒരു ഫുഡൊക്കെ. അപ്പം അങ്ങനെ ഞാനിവിടെ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ബിൽ ക്ലിൻ്റനെയൊക്കെ അടുത്ത് കണ്ടിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച ആ വീടാണ് സലാ കമലിൻ്റെ വീട്, ഷെയ്ഖ് സലാ കമൽ. അദ്ദേഹത്തിൻ്റെ ആണ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫൈസലിയ റിസോർട്ടൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. ഇല്ല, അവിടെ ഉണ്ട് സവാരി മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു മോളായിരുന്നു അത്. അവിടെ ഇപ്പോൾ എന്തോ ബ്ലഡ് ഡൊണേഷൻ, അബ്ദുള്ള ക്യാൻസർ ഹോസ്പിറ്റൽ, അങ്ങനെ എന്തോ സംഭവം വന്നു. ഇതൊരു പുതിയ ഇതാ വണ്ടർലാൻഡ്, വിന്റർ വണ്ടർലാൻഡ്. ഇതിൽ കൂടെ വി ബുക്കിൽ കൂടെ ആണോ വിന്റർ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ട് വേറൊരു പ്രോപ്പർട്ടി ആയിരുന്നു, അത് മാറ്റിയിട്ട് അവർ അത് പുതുക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കൊണ്ടുവന്നു. ഇതാ നല്ല രസമുണ്ട് കാണാൻ. റെഡ് സീ മോളിൻ്റെ മുന്നിൽ കൂടെ ഇവിടെ ഒരു ഇലാഫ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമ്മുടെ ഒരു കസ്റ്റമർ ഇലാഫ് ഇപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ വന്നിട്ടുണ്ട് ഇലാഫിൻ്റെ. അവരുടെ തന്നെ ഒരു ബ്രാൻഡാണ് ജുദിയാൻ എന്ന് പറഞ്ഞിട്ട്, ബൈ ഇലാഫ്. ഈ കാണുന്നതാണ് ശങ്ക്രീല. ഭയങ്കര വലിയൊരു ഹോട്ടലാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആ ഹോട്ടൽ. ഈ ഹോട്ടൽ ഏത് മറ്റേ ശങ്ക്രീലയോ? ശങ്ക്രീല ഒന്നീ സിംഗപ്പൂരാനായിരിക്കും സാധ്യത. പക്ഷെ ഭയങ്കര ഫേമസ് ബ്രാൻഡാണ്. വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും ഇല്ലാതെ കിടന്ന സംഭവങ്ങളാണ്. ഇവിടെ എല്ലാം നല്ല സെറ്റായിട്ട് ഒരു പുതിയ ബിൽഡിങ്ങുകളെല്ലാം പണിത് എല്ലാം അക്കോമഡേഷൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ വലിയ വലിയ ബിൽഡിങ്സുകൾ വന്നു. എൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് അത്താല എന്ന് പറഞ്ഞിട്ട്.
നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ കുറച്ച് മുമ്പേ പോയായിരുന്നു. ഇപ്പം നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ വന്നു. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ പോലും പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു 3 മണി ആയതുകൊണ്ടാണ് ഇപ്പം നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതൊരു വളരെ പഴയ അവരുടെ ഒരു അക്കോമഡേഷനാണ്, ഷെറട്ടൻ്റെ തന്നെ കമ്പനിയുടെ. കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പം രണ്ടുപേരുമായിട്ട് ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു. എന്നിട്ട് ഇവിടെ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഷെറട്ടനാണ് ആ കാണുന്നത്. കുറേ സ്ഥലമൊക്കെ ഇപ്പോഴും എം ടി ആയിട്ട് കിടപ്പുണ്ട് ഇടയ്ക്കൊക്കെ. ഷെറട്ടൻ്റെ ബാൾ റൂം ഇതാ ഈ കാണുന്നത്. ടീച്ചറിൻ്റെ ഒക്കെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ ബഡ്സ് ആൻഡ് ബ്ലോസം സ്കൂളിൻ്റെ. ഇവിടെ നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്, കുറേ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ഉള്ള. ഓർക്കുന്നുണ്ടോ? ഒരു മലയാളി പയ്യനൊക്കെ അവിടെ പർച്ചേസിങ്ങിലുണ്ടായിരുന്നു. ഇത് ഓർക്കുന്നില്ലേ? ഒരു കട്ട്ലറി വാങ്ങിയിട്ട് അവരെന്തോ കെമിക്കൽ എന്തോ മുക്കിയിട്ട് ഡാമേജ് ഒക്കെ ആയിട്ട് കൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? 1-2 അല്ല, 500 മുകളിൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അവർ വാങ്ങിയത്. ഇതൊക്കെ ആ പഴയ സ്റ്റൈലിലുണ്ടായിരുന്ന ആ ഒരു മോണുമെന്റ് പോലെ ഉള്ള ഒരു സ്ക്വയർ തന്നെ. അതിനൊന്നും മാറ്റമൊന്നുമില്ല. ഇതൊക്കെ പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ചെയ്ത പോലെ തോന്നുന്നു. അത്രയ്ക്ക് നൈസ് പ്രോപ്പർട്ടി അതൊക്കെ. ഓള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ശരിക്കും ഞാൻ പാണ്ടയൊക്കെ അവരുടെ അണ്ടറിൽ വരുന്നത് കണ്ടോ. പാണ്ട, അൽ കബീർ അങ്ങനെയുള്ളതെല്ലാം അവരുടെ അണ്ടറിൽ വരുന്ന. ഹെർഫി അതൊക്കെ സവോള ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബ്രാൻഡുകളാണ്. അവരുടെ മെയിൻ ഹെഡ് ഓഫീസാണത് പാണ്ടയുടെ. വീട് ഇതായിരുന്നു കേട്ടോ. അത് പൊളിച്ചു കളഞ്ഞിട്ടില്ല. അതിവിടെ തന്നെ ഉണ്ട്. മറ്റേ ഒരു ഒത്തിരി ചെടികളൊക്കെ പണ്ടേ ഉള്ള ഫ്രണ്ടിലുള്ള ആ വീട് ഇതാ. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്. ഞാൻ വിചാരിച്ചു ഈ എം ഡി ലാൻഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരത് പൊളിച്ചു കളഞ്ഞില്ല. ആ വീട് അതുപോലെ ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ മോയിൻപിക്കിൻ്റെ ആ ഒരു ഏരിയ ചെല്ലും. കോർണേഷനോട് താൽക്കാലികമായിട്ട് ഇപ്പം ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ച് നമ്മളിപ്പോൾ നേരെ പോവാം. കോർണേഷൻ സൈഡായിട്ട് ഇത് മോയിൻപിക്കിൻ്റെ ആ ഒരു റൂട്ടിലോട്ടാണ് വരുന്നത്. നമ്മളിവിടുന്ന് യൂട്ടേൺ അടിച്ച് പോവുകയാണ്. ഇനി ഇതിപ്പോൾ കോർണേഷ് റോഡല്ല, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മാലിക് റോഡിലോട്ടാണ്. യൂട്ടേൺ അടിച്ചു. ഈ ഒരു ഭാഗത്തെ റോഡുകളും ഇവിടുത്തെ ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറും ഒക്കെ ഭയങ്കര രസത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞൊരു മാക്സിമം ഒരു 7 കൊല്ലം ഇല്ല 6 കൊല്ലം മുമ്പ് മുതലുള്ള ഒരു റിനോവേഷനും അതിൻ്റെ ഭാഗമൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. നമുക്ക് നേരെ പോയാൽ ആ ദൂരെ കാണുന്നുണ്ടോ ആ റൗണ്ട് ബോർഡിൻ്റെ ദൂരെ, അതാണ് കിങ് മാലിക് റോഡ്. അങ്ങനെ പോവാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്നിരുന്നത് മറ്റേ സാരി സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് വരുന്ന സ്ഥലത്തോടെ. ഇത് പ്രിൻസ് നായിഫ് സ്ട്രീറ്റ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നതാണ് മറ്റേ കൊട്ടാരം. ഭയങ്കര രസമുള്ള നീറ്റാക്കി ഇവിടെ ഒക്കെ. നമ്മളങ്ങനെ മാലിക് റോഡിലോട്ട് കയറുവാണ്. ഇതാണ് മാലിക് റോഡ് ജദ്ദയിലെ. നമുക്ക് ധനൂപ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം നോർത്ത് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞത്. അത് പണ്ടത്തെ സവാരി മോളായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, പപ്പായ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പപ്പായ റെസ്റ്റോറൻറ്റും ഉണ്ട്. അവരുടെ തന്നെ ആയിരുന്നല്ലോ മറ്റേ ആ ഒരു അറോമ കഫേ ഒക്കെ. മുമ്പേ പറഞ്ഞ ആ ഒരു കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ ലണ്ടൻ, അടിപൊളി ഒരു ഹോസ്പിറ്റൽ. ഭാഗത്ത് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേക്ക് ഹൗസ് പിയാറ്റോ ഒക്കെ ഉള്ള ആ ഭാഗത്ത് ഒരു ക്യാച്ച് 22 ഒക്കെ ഉണ്ടായിരുന്നു. അത് പേരും അവർ മാറ്റി. ഈ റുബിയാത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഇതാ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഡീസ് അതിനകത്ത്. ഇതേത് അവന്യൂ മോളായിരുന്നു? ഇതേതായിരുന്നു? അല്ലേ? ഇവിടെ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഇല്ലായിരുന്നു അല്ലേ?
അതുപോലെ തന്നെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ഈ ജോർജിയോ അർമാനിയുടെ ഈ ഒരു സർക്കിളിനുള്ളിൽ അവിടെ ഒരു കോഫി ഷോപ്പ് ചെയ്തിരുന്നു, ഒരു VIP സ്റ്റൈലുള്ള ഒരു കോഫി ഷോപ്പ് ചെയ്തിരുന്നു ഇവിടെ ജദ്ദയിൽ ആദ്യമായിട്ട് തന്നെ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരുന്ന ഒരു ബിൽഡിംഗ് ഇതാണ്. ഇവരാണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട്, മറ്റുള്ള രാജ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ആദ്യമായിട്ട് ജദ്ദ വരുമ്പം ഇവരായിരുന്നു ഇങ്ങനെ അഡ്വർടൈസ്മെന്റുകൾ ഇതുപോലെ ഷോ ചെയ്തിരിക്കുന്ന ബിഗ് ബിൽഡിംഗ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മേജർ ഇൻകം ആണെന്ന് തോന്നി അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത്. ഇതാണ് ലൈലത്തി. VVIPകളായിരിക്കും ഇവിടെ മുഴുവൻ വരുന്നത്. കണ്ടോ വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ടോ. ടോക്കി റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, ചൈനീസ്. ലൈലത്തിയുടെ ഓണറുടെ ബംഗ്ലാവ്, വീട് അനിയത്താസിന്റെ HN കിട്ടിയതാണ്ടോ. ഇതും അവരുടെ വീട് തന്നെ, ഈ ബാക്കി കാണുന്നത്. ഇതെല്ലാം അവരുടെ സ്ഥലമാണ് മൊത്തം. ഇത് ഇന്ത്യൻ ഫുഡ് സപ്ലൈസിന്റെ ഓഫീസ് ഈ ഭാഗത്തായിരുന്നു. ഇവിടെ എവിടെ ആയിരുന്നു ആപ്പിൾ ബീസ് റെസ്റ്റോറന്റ് ഒക്കെ ഇല്ലേ, സെറ്റ്കോ. അവര് പെട്ടെന്ന് എന്തോ ഒരു ഡൗൺ ആയി പോയേ. എന്താ പ്രശ്നം അറിയത്തില്ല. നിപ്പിലാണ് പലരും ഇവിടെ. തുറക്കുന്നതിന്റെ സ്പീഡിൽ തന്നെ പൂട്ടി പോകും. ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഇതാണ് സിസ് ഹോട്ടൽ. നമ്മുടെ ഒരു മേജർ ക്ലൈന്റ് ആണ് സിസ് ഹോട്ടൽ മെക്കയില്. ആദ്യം ഫാമിലി വരുമ്പോഴത്തേക്ക് നമ്മൾ താമസിച്ചിരുന്ന ഈ സ്ട്രീറ്റിലാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ എയർ ഹോസ്റ്റസുമാരുടെയും പൈലറ്റുമാരുടെയും ഒക്കെ അക്കോമഡേഷൻ ആണ്, സൗദി എയർലൈൻസിന്റെ. ഇത് മൊത്തം ആ കാണുന്നത് ഏതാണ്ട് ഒരു മേ ബി പറയാം ഒരു 2 കിലോമീറ്റർ നീളത്തില് ഭയങ്കര വലിയൊരു കോംപ്ലക്സ് ആയത്. ഇതൊരു കുടുംബത്തിൻ്റെയാണ് അവർ റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം അപ്പം എത്ര കോടി രൂപയ്ക്കാണ്. ഇത് കുറച്ച് ഇത് ഖാലിദിയ എന്ന് പറഞ്ഞ ഏരിയ അല്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര നൈറ്റ് ലൈഫ് ഉള്ള ഏരിയ പണ്ടേ ഉണ്ട്. ഈ സൈഡില് ഇതാണ്ട് സറായ ലത്തീഫ തുർക്കിഷ് റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ ഒക്കെ പലതവണ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2-3 ക്ലയൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉള്ള റെസ്റ്റോറൻറ്റുകളിൽ. പിന്നെ അവിടെ മുന്നോട്ട് ആ ദൂരെ കാണുന്ന കിങ് ഫൈസൽ ഹോസ്പിറ്റലാണ്. അത് നമ്മുടെ ഒരു കസ്റ്റമറാണ്, കിങ് ഫൈസൽ ഹോസ്പിറ്റൽ. ഇതാ പോകുന്നു ബെൻലി. ട്രാഫിക് ക്യാമറകളൊക്കെ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു 3-4 സ്ട്രീറ്റിലായിരുന്നു അവർ ആദ്യം അത് കൊണ്ടുവന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആസ് എ ടെസ്റ്റ് ഡോസ് പോലെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്ന ഒരു സർക്കിൾ അതേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആയിരുന്നു ജദ്ദയിൽ. ഈ സിഗ്നൽ ആദ്യമായിട്ട് ഒരു ക്യാമറ കൊണ്ട് ഫിക്സ് ചെയ്തത്. ആ ക്യാമറ കാണാൻ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് വഴിയൊക്കെ വരുമായിരുന്നു. പേടിയായിരുന്നു ആ സമയത്ത് ക്രോസ് ചെയ്ത് പോകാൻ. കാര്യം അടിച്ചാൽ പെനാൽറ്റി കിട്ടുമല്ലോ എന്നുള്ള ഇത്. ഇപ്പം ക്യാമറ കണ്ടുകൊണ്ടിപ്പോൾ അത് അടിച്ചാലും ഓക്കെ ആയി, എല്ലാം സെറ്റായി. അടിച്ചാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ തന്നെ പേടിയാ ആ സമയത്ത്. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങ് നോർമലൈസ് ആയി. പണ്ടത്തെ ഓടിയിൽ വെച്ച് നോക്കുമ്പം ഈ ക്യാമറയാണ് ഒരു തരത്തില് ഇവിടെ ഉള്ള ആൾക്കാരെ മര്യാദ പഠിപ്പിച്ചതെന്ന് വേണേൽ പറയാം. പക്ഷെ ഇപ്പൊ അതിന്റെ ആ ഒരു ആധിക്യം കൂടിപ്പോയി ക്യാമറയുടെ. എങ്ങനെയൊക്കെയോ ആണ് ക്യാമറ വെച്ചിരിക്കുന്നത്, ഹൈഡൻ ആയിട്ടും അവിടെ ഇവിടെയൊക്കെ ക്യാമറ, മൊത്തത്തിലെ ക്യാമറ. നമ്മള് വണ്ടി എടുത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ ഇപ്പം സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകും. കെയർഫുൾ ആയിരിക്കണം. ജദ്ദയിലെ ഈച്ച് ആൻഡ് എവരി റോഡ് നമ്മൾ പറയില്ലേ ഗല്ലി ടു ഗല്ലി. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ജയ്ത്തൂന, അതിപ്പോൾ മസാഖ് സമാൻ എന്ന് പറഞ്ഞാക്കി അവിടെ നമ്മൾ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പണ്ടത്തെ ടോക്കി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇപ്പൊ സോയി അല്ല, അവരുടെ അല്ലല്ല, അവരത് മാറി. അതുപോലെ കെൻസിന്റെ ഫർണിച്ചർ ഷോപ്പ്, അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ഹോട്ടൽ. അവിടെ കുറച്ച് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓർഡർ ബെർലോഡ്ജ് ആയിരുന്നു.
കിങ് ഫൈസൽ ഹോസ്പിറ്റൽ. ഈ ബിസിനസ് ആ അതുപോലെ ഇതും ഒരു അടിപൊളി ഒരു സർക്കിളാണ്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉള്ള എന്തോ റിനോവേഷൻ നടക്കും അവിടെ. ഇത് സൗദി ബില്ലാദിൻ്റെ ഒരു ഓഫീസാണ് ഇത്. പണ്ടേ ഇത് ആ ഓഫീസാണ്, ഇപ്പോഴും വർക്കിങ്ങിലാണ്. ഇവിടെ ആയിരുന്നു ഓർക്കുന്നില്ല പിസ്സ ഫ്യൂഷൻ നമ്മൾ ചെയ്തത്. പിസ്സ ഫ്യൂഷനും അങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് സൗദി ഇവിടെ ജദ്ദയിലെ ഓൾമോസ്റ്റ് എല്ലാ റോഡുകളിലെയും പ്രോപ്പർട്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒരു വഴി അറിയാത്ത ഒരു വഴി എനിക്ക് തോന്നുന്നില്ല ജദ്ദയിലുണ്ടെന്ന്. കോമ്പൗണ്ട് അതാ ഈ കാണുന്നത് ആദ്യം. അതെല്ലാം അവർ പൊളിച്ചു കളഞ്ഞു. ഇത് ആ കോമ്പൗണ്ടിൽ ആ വില്ലല്ല നമ്മൾ താമസിച്ചിരുന്നത്. ഞാനിപ്പം കഴിഞ്ഞ 2-3 വർഷം വർക്ക് ചെയ്ത കമ്പനി ബഹ്റാവിയയുടെ ഓഫീസാണിത്. ഇതിൻ്റെ 6ാമത്തെ ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ്. ഇവിടെ നമ്മൾ സ്ഥിരം വന്നിരുന്ന കോഫി കുടിക്കുമായിരുന്നു സ്റ്റാർബക്സിൽ, ഞാനും വിഷ്ണു ഒക്കെ ആയിട്ട്. ഒരു മക്ഡോണൽഡ്സ് വന്നില്ല, ഇത് പുതിയതാണ്. നമ്മുടെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത് അത് സെയിൽസിന് ഇട്ടിരിക്കുക. അതെ അത് പൊളിച്ചു കളഞ്ഞു ആ നേരെ. ഇവിടെ നല്ല നൈസാക്കിയല്ലേ. ഇവിടെ ഒരു ധനൂപ് വന്നിട്ടുണ്ട്. നീ അടുത്തോട്ടും വലത്തോട്ടും നോക്കാൻ നേരെ നോക്കി വണ്ടി ഓടിക്കുക. ഓർമ്മയുണ്ടല്ലോ ഹൈവേ കൂടെ പോയപ്പം ഒറ്റ നോട്ടം നോക്കിയതാ, വണ്ടി എടുത്ത് വട്ടം കറക്കിയായിരുന്നു ഒന്ന്. അതുകൊണ്ട് നേരെ നോക്കുക ഓടിക്കുക. ആണ് സൺസെറ്റ് ഹോട്ടൽ. ഇതും നമ്മുടെ ഒരു കസ്റ്റമറാണ്. സൺസെറ്റ് ഹോട്ടൽ നേരത്തെ കസ്റ്റമറാണ്. നല്ല അടിപൊളി ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ പുറകിൽ നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ലീ മെറിഡിയൻ. അത് ഈ ബിൽഡിംഗ് മറച്ചു വെച്ചിരിക്കുക. നിൽക്കുന്നത് മുറബ കുബ്രിയിലാണ് നിൽക്കുന്നത്. കുബ്രി മുറബ, അതെ പാലം. അങ്ങനെ നമ്മൾ ജദ്ദയിൽ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ചുറ്റി വലം വെച്ച് ഈ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടാണ്. സാരി ഖുറേഷ ഹില കഴിഞ്ഞാൽ എയർപോർട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം തുടക്കത്തിൽ വന്ന ഷെറഫിയ, അങ്ങനെ കറങ്ങി തിരിച്ച് വരാം. ഇത് മെദിന റോഡാണ് ഇതിൻ്റെ താഴെ. ശരിക്കും പറഞ്ഞാൽ ജദ്ദ എന്ന് പറയുന്നത് 4-5 മെയിൻ റോഡുകളാണ് പോകുന്നത്. അതിനെ ക്രോസ് ചെയ്താണ് ബാക്കിയെല്ലാം. ഒന്ന് വന്നിട്ട് മെദിന റോഡ്, ഒന്ന് അവിടെ സിത്തീന് സബൈന്, ഇപ്പറേ സാരി, അതിനപ്പുറം സുൽത്താൻ, പിന്നെ കിങ് മാലിക് റോഡ്. ഇത്ര റോഡ് ഇങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുക. ഇന്റർസെക്ഷൻ ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓരോ സ്ട്രീറ്റ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോവുകയാണ്. അതായത് വഴി തെറ്റാനായിട്ട് കാര്യമായിട്ട് ആദ്യം നമ്മൾ ഈ റോഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റാനൊന്നുമില്ല. തെറ്റിയാലും കറങ്ങി തിരിഞ്ഞ് അവിടെയൊക്കെ തന്നെ ചെല്ലാം. പക്ഷെ റിയാദ് അതല്ല. റിയാദ് തെറ്റിയാൽ പണി വീഴും. ഞാൻ പറഞ്ഞ ലീ മെറിഡിയൻ ഹോട്ടൽ ആ ദൂരെ കാണുന്നു. നമ്മൾ പണ്ട് ഇവിടെ ഫുട്ബോൾ കളി കാണാൻ വന്നോണ്ടിരുന്നത് ഈ സ്റ്റേഡിയത്തിലായിരുന്നു, സിഫിന്റെ. ഇന്ന് ആക്ച്വലി സിഫിന്റെ കളി കാണാനിരുന്നാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ക്യാൻസലായി. അത് കാരണം നമുക്ക് ആ സിഫിന്റെ ഫുട്ബോൾ ഇന്ന് കാണാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് പോയെന്ന് കളി കാണാമെന്ന്. അപ്പം നമുക്ക് ഇവിടെ ഉള്ള എല്ലാ പരിചയക്കാരെയും എല്ലാം കാണാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ മതി, അത് കാണാൻ പറ്റാതെ പോകുന്നു. ചക്കു സ്ഥിരം ഫുട്ബോൾ കളിച്ചോണ്ടിരുന്ന ബെസ്റ്റ് മിഡ്ഫീൽഡർ അവനായിരുന്നു. അവൻ കളിച്ച ഫുൾ ഇയേഴ്സ് മൊത്തം അവനായിരുന്നു ബെസ്റ്റ് മിഡ്ഫീൽഡർ. സംടൈം ബെസ്റ്റ് പ്ലെയറും അവനായിരുന്നു. അവന് ആ ഒരു ഗോൾഡൻ ബൂട്ടൊക്കെ കിട്ടിയിട്ടില്ല. ഫുട്ബോൾ പ്രേമികൾക്ക്, ഇവിടെയുള്ള ഫുട്ബോൾ പ്രേമികൾക്കും ഫുട്ബോൾ ക്ലബിനും മോസ്റ്റ്ലി എല്ലാവർക്കും അവനെ സുപരിചിതമാണ്. നമ്മളങ്ങനെ സൈക്കിളിൻ്റെ ആ ഭാഗത്തെത്തി. ഇത് പണ്ടേ ഉള്ള ഒരു സൈക്കിളാണ്, പക്ഷേ ഇത് വേറൊരു ഭാഗത്ത് ആയിരുന്നു. അതിനെ അവർ കുറച്ച് മാറ്റി പ്രതിഷ്ഠിച്ചിട്ട് സൈക്കിൾ അവർ കളഞ്ഞില്ല. എന്നിട്ട് അതുവഴി ആ പാലം പണിതു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളങ്ങനെ ജദ്ദയിലെത്തിയിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട്
ഫുഡ് കഴിക്കാൻ വേണ്ടി BMR എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഇനിയും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം. നിങ്ങളുടെ കൂടെ ഒക്കെ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പറയും നമ്മളിവിടെ ഒരു BMR എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്ന ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. കൊള്ളാം. ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ജദ്ദയിലെ കഥകളും ഫാമിലി വിശേഷങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്, സാര തൗബ. പണ്ട് ഇതേ പ്ലേസിൽ നമ്മളൊരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ് റൺ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അൽറസ ഗ്രൂപ്പ്. അതേ പ്ലേസിലാണ് ഇവരിതിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡെക്കോർ ചെയ്തിട്ടുണ്ട്. മറ്റേ BMR നമ്മൾ ഇന്നലെ വന്നത്, BMR എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് ഇന്നലെ നമ്മൾ വന്ന് ഡിന്നർ കഴിക്കാൻ. എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ലഞ്ച് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ഇവിടെ നമ്മളിങ്ങനെ ടൈം ഇട്ടിട്ട് പാർക്കിംഗ് ഫീസ് ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ പെനാൽറ്റി വരും. ഇതെല്ലാം പേ പാർക്കിംഗ് ഏരിയ. ജദ്ദ മൊത്തം പേ പാർക്കിങ്ങാണ്. നല്ല വികസനമാണ് ടൗണിന്. ഈ ഒരു ഭാഗമൊക്കെ നീറ്റാക്കി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. പേ പാർക്കിംഗ് ആയതുകൊണ്ട് എല്ലാവരും വന്ന് ഇവിടെ പാർക്ക് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വന്നാലും പാർക്കിംഗ് സൗകര്യം കിട്ടും. അതൊരു ഗുണമാണ്. 1 മണിക്കൂറത്തേക്ക് 5 റിയാൽ. പ്രദീപ് ജിയുടെ വീട്ടിൽ വന്നു. സാൽമിയ കോമ്പൗണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് നേരെ പ്രദീപ് ഭയ്യയുടെ വീട്ടിലോട്ട് വരുവാണ്. ഇതെന്താ കപ്പയാണോ? കപ്പ ലുക്കുണ്ടല്ലേ. നോക്കി, ഇവിടെ ഒരു മാംഗോ ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ മാങ്ങ സീസണിൽ കിട്ടുന്നത്. അതൊരു മാംഗോയുടെ മാങ്ങാ മരമാണ്. ഇതുണ്ടോ തഴച്ച് വളർന്ന് നിൽക്കുന്നത്. ഓമ കുറച്ച് ഒടിച്ചുകൊണ്ട് പോകാം. കരിവേപ്പില. ഇഷ്ടംപോലെ തക്കാളിയൊക്കെ ഉണ്ട്, കണ്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് രാത്രിയിൽ പ്രദീപ് ജിയുടെ വീട്ടിൽ ഡിന്നറും ഒക്കെ ആയിട്ട് അവിടെ ഒത്തുകൂടി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോ വീടുകളിൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സുകളുടെ ഒക്കെ വീട്ടിൽ പോകാറുണ്ട്. കൂടുതലും നമ്മൾ ഒത്തുകൂടുക ഇവിടെ ആയിരിക്കും, ഈ കോമ്പൗണ്ടിലെ ഈ വീട്ടിലായിരിക്കും നമ്മൾ വരിക. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള യാത്രാവിശേഷവും പുതിയ യാത്രകളെ പറ്റിയൊക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. സമയം ഒത്തിരി ലേറ്റായി. നാളെ രാവിലെ നമുക്ക് തിരിച്ച് ജദ്ദയ്ക്ക് പോകേണ്ടതാണ്. അപ്പം ഇവരുമായിട്ടൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ചെക്കൗട്ട് ആവുകയാണ്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇന്ന് ചെക്കൗട്ട് ചെയ്യുന്നു ആഫ്റ്റർ 4 days. ഇതാണ് നമ്മളുടെ പാർക്കിംഗ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ 8 മണി. നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ കാര്യം, എന്നാലേ രാത്രി ഒരു 8 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അതാണ് പ്ലാൻ. റിയാദിലൊരു 8 മണിയാകുമ്പോൾ എത്തണം. ദിസ് ഈസ് അവർ കാർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ജദ്ദ റിയാദ്, റിട്ടേൺ ബാക്ക് ടു റിയാദ്. അപ്പം ജദ്ദ റിയാദ് ഹൈവേയിലാണ്. ഇരുവശത്തും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ഡെസേർട്ടാണ്, കാര്യമായിട്ടൊന്നും കാണാനില്ല. നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഒരു പറ്റിയത് ഇത് കണ്ടു. 0 കിലോമീറ്ററാണ്. ടോട്ടലി പെട്രോൾ തീർന്നു പോയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ വിചാരിച്ച പ്ലേസിൽ പെട്രോൾ സ്റ്റേഷൻ ഇല്ലാതെ പോയി. ഇങ്ങ് സാസ്കോ വരാൻ ഒരു 170 കിലോമീറ്റർ ഓടേണ്ടി വന്നു. പെട്ടുപോയല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. തായ്ഫിൽ നിന്ന് കയറി നമ്മൾ ഹൈവേയിലോട്ട് കയറുന്ന ആദ്യത്തെ 2ാമത്തെ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും പെട്രോൾ അടിക്കണം. ഫുൾ ടാങ്ക് അടിച്ച് തന്നെ പോകണം.
അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പറ്റിയ മാതിരി തന്നെ ഒരു റിസ്കി ഫാക്ടർ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.